ബ്രിട്ടീഷുകാരുടെ ഒരു വലിയ തിയറിയുണ്ട്. 1600-ലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നത് 1600-ലാണ്. പക്ഷേ 1858 വരെ അവർക്കൊരിക്കലും ഇന്ത്യൻ മനസ്സുകളെ കീഴടക്കാൻ സാധിച്ചില്ല. അവരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിലെ ഏറ്റവും അങ്ങനെ അസാധ്യമാക്കി തീർത്തതിൻ്റെ പിന്നിലെ ശക്തി, ആ ശക്തിവിശേഷം ഗ്രാമീണ ആരാധനാലയങ്ങളായിരുന്നു എന്ന് ഇന്ന് ബ്രിട്ടീഷ് സംവിധാനം അംഗീകരിക്കുകയാണ്. വില്യംസ് എന്ന് പറയുന്ന ലോകപ്രശസ്ത ക്ഷേത്രങ്ങളാണ് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളുടെ അടിത്തറയെന്നും അതിശക്തമായ ധാർമ്മിക മൂല്യങ്ങളാണ് ക്ഷേത്ര സംസ്കാരം ഭാരതീയർക്ക് പകർന്നു നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നാടിന്റെ ഐശ്വര്യത്തിനും ഐക്യത്തിനും ഉത്സവ സാംസ്കാരിക ചടങ്ങുകൾ സഹായകരമാണെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് ക്ഷേത്രത്തിൽ തുടക്കമായത്. അതിൽ അദ്ദേഹം പറയുന്നു, ഇന്ത്യയാണ്, ഭാരതമാണ് ലോകത്തെ മുഴുവൻ 10-ാം നൂറ്റാണ്ടിലും 11-ാം നൂറ്റാണ്ടിലുമൊക്കെ ഏറ്റവും സമ്പന്നമാക്കി നിർത്തിയത്. ലോകത്തെ അന്ന് ഏറ്റവും അധികം സഹായിച്ച നാട് നമ്മുടെ പൂർവികരുടേതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഏകം സത് വിപ്രാ ബഹുധാവദന്തി, പ്രപഞ്ച സത്യം ഒന്നാണ്. വ്യത്യസ്തമായ വിശ്വാസങ്ങളിലൂടെ വഴിത്താരകളിലൂടെ പോകുന്നത് ആ പ്രപഞ്ച സത്യത്തെ തേടിയുള്ളതാണ് ജീവിതയാത്ര. ആ യാത്രയിൽ എത്ര കാലം നമ്മൾ ജീവിച്ചാലും നമ്മളൊക്കെ ഇവിടുന്ന് പോകേണ്ടവരാണ്.